ഹലോ ഗൈസ്, എനിക്ക് ഡെൽറ്റോൾസ് പിടിച്ചിട്ട് മൂക്കൊക്കെ അടിഞ്ഞു കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. ഹലോ ഗൈസ്, ഞങ്ങളൊരു പാർക്കിലേക്ക് വന്നതാട്ടോ. പാർക്കിൻ്റെ പേരറിയില്ല. ഇതെൻ്റെ മാമൻ, ഇതെൻ്റെ പുന്നുതാത്തയാട്ടോ. അപ്പം ഞങ്ങൾ ഇറങ്ങാൻ നോക്കാണ്. അപ്പം ഇത് ഏർമാടാട്ടോ. അപ്പം പൊന്നുതാത്ത ഞാൻ ഇറങ്ങുമ്പോൾ പറയാം മെല്ലെ ഇറങ്ങുക ഐസ, മെല്ലെ ഇറങ്ങാന്. അപ്പം ഞാൻ പറഞ്ഞു പേടിക്കണ്ട പൊന്നുതാത്ത, ഏതൊക്കെ പേടിയില്ലാതെ. അപ്പോൾ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും പൊന്നുതാത്ത ആടി. പിന്നെ ഞാൻ ഊഞ്ഞാലാടാൻ പോയപ്പോൾ പൊന്നുതാത്ത വന്നിട്ടോ. അപ്പം ഞങ്ങൾ രണ്ടാളും ആടി ഫോട്ടോ എടുത്തു കേട്ടോ. അപ്പം ഒരു താത്ത പറഞ്ഞ് ഞങ്ങൾക്ക് മാറിത്തരുമോന്ന്. അപ്പം ഞങ്ങൾ മാറിപ്പോയി. പിന്നെയും ഞങ്ങൾ നടക്കേണ്ട അവസ്ഥ വന്നു ഗൈസ്. കൂടെ നടന്ന് കടിഞ്ഞു. പിന്നെ ഞങ്ങളൊരു കടുവേനെ കണ്ട്. കടുവേൻ്റെ ശ്വാസം പറഞ്ഞ് നിങ്ങളൊന്നും പേടിക്കണ്ട കേട്ടോ. അപ്പം ഞങ്ങൾ വീണ്ടും പേടാനുണ്ടേനു. അപ്പം ഞങ്ങൾ കയറാൻ നോക്കാണ്. കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ രാത്രി ആകുമ്പോൾ പൂച്ചയും കടുവയും വരും. പിന്നെ അവിടെ ഇരിക്കുന്ന സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ ഇരുന്നു. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഓടിയിട്ടോ പാർക്ക് കണ്ടിട്ട്. അപ്പം ഞങ്ങൾ ഇതാണ് ആടാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ആടാണ്. ഇതുവരെ ആടിക്കില്ലേ. അപ്പം മുന്നൂറ്റാത്ത വരെ എനിക്ക് ആടണമെന്ന്. പിന്നെ ആടാൻ തരൂല പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. കരിഞ്ഞു കിട്ടോ കുറേ. പിന്നെ ഞങ്ങൾ നടന്ന് പോയപ്പം ഒരു സീറ്റ് കണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ഇരിക്കാൻ പോയിട്ടോ. കാല് കടിഞ്ഞിട്ടാണ്. ഞാനവിടെ ഇരുന്നാലും പൊന്നൂട്ടാറ്റി അവിടെ ഇരിക്കാൻ വിടും ഗൈസ്. അങ്ങനത്തെ ഒരവസ്ഥയായി. പിന്നെ ഞങ്ങൾ ഊഞ്ഞാലില്ലാടിട്ടോ. അവിടെ ഊരിൻ്റെ മാമൻ പറഞ്ഞ് ഞാൻ ആട്ടിത്തരാൻ ഫീഡില്ലാത്തുണ്ട്. അപ്പം ആട്ടിത്തരുമെന്ന് ചോദിച്ചപ്പോൾ നല്ല മരത്തിലേറ്റവും പൊണ്ണുതാത്ത ചേച്ചി ഇതാണ് ചേച്ചി. അപ്പോൾ പൊണ്ണുതാത്ത പറയാം ഇതെന്താണ്. പിന്നെ ഒരു ഗുഗ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ റബ്ബർ പാമ്പ് ഉണ്ടായിരുന്നു, ഞാൻ പഠിച്ചില്ല. പിന്നെ കുറേ മീനുണ്ടായിരുന്നു കേട്ടോ. അക്കോരയിൽ കുറേ മീനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ പഴിച്ചായി. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി. ഈ വരുന്നതാണ് എൻ്റെ മാമന് ലാസ്റ്റ് വരും. പിന്നെ ഒരു ഐസ്ക്രീം പേടിയാക്കണ്ട് കട. പിന്നെ ഞങ്ങൾ കേറിയിട്ടോ ഐസ്ക്രീം വാങ്ങി